ശ്രീ വത്സൻ തില്ലങ്കേരി, നിലമ്പൂരിൽ നടന്ന സംഭവത്തോടുള്ള RSSന്റെ പ്രതികരണം എന്താണ്? ഈ സംഭവം ഈ ചർച്ചക്കിടയിലാണ് ഞാൻ അറിയുന്നത്. മറ്റ് വിശദാംശങ്ങൾ എനിക്കറിയില്ല. പക്ഷേ ഏതായാലും അവിടെ ഞങ്ങളുടെ അടുത്ത് ഇരിട്ടിയിൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു ക്ഷേത്രത്തിൽ കവർച്ച നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലായ ഒരാൾ കോട്ടയം സ്വദേശിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് തിരുവനന്തപുരത്ത് വന്നു, കോട്ടയത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചിട്ട് എന്താണ് അതിന്റെ ഉദ്ദേശം, അയാളുടെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ. സാഹോദര്യത്തിലാണ് എല്ലാ സമുദായങ്ങളും ഒരുമിച്ചാണ് കഴിയുന്നത്. അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഇന്നലെ റംസാൻ വ്രതം ആരംഭ സമയത്താണ് ഈ വിഷയം ഉണ്ടാകുന്നത്, പ്രതിഷ്ഠ നശിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വലിയ വ്യാപകമായ രീതിയിൽ തന്നെ പ്രചാരണം അഴിച്ചുവിടുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാത്ത രീതിയിൽ പ്രചാരണം അഴിച്ചുവിടുകയാണ്. പക്ഷേ പിടിയിലായ ആൾ ഒരു പോറ്റി, രാജാറാം മോഹൻദാസ് പോറ്റി. അല്ല, ഇതില് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട അവതാരികയായ സ്മൃതി തിരക്കൂട്ടുകയാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് ബോധ്യം. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടൊക്കെ നമുക്കൊരു സംഘടന വിലയിരുത്താനോ അല്ലെങ്കിൽ ചർച്ച നടത്താനോ സാധിക്കുമോ? പോലീസ് അന്വേഷിക്കട്ടെ. അങ്ങനെ പോലീസ് അന്വേഷിച്ച് ഈ സംഭവത്തിന് പുറകിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ ആരുടെ ഏതെങ്കിലും ഒരു സംഘടന ഇതിന് പുറകിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് മറുപടി പറയാൻ പ്രതിയെ പിടികൂടി കഴിഞ്ഞു. ആ ഘട്ടത്തിൽ അവിടെ RSS നടത്തിയ പ്രചാരണത്തെ കുറിച്ചാണ് ചോദ്യം. പ്രതിയെ പിടികൂടുന്നതിന് മുൻപ് തന്നെ ഇന്ന ആളുകളാണ് ചെയ്തതെന്ന രീതിയിൽ അവിടെ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത്. അതെ അല്ലെ, ഇദ്ദേഹം RSS പ്രവർത്തനാണോ എന്നുള്ളതല്ല, അവിടെ RSS ഉയർത്തിയ പ്രചാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ പ്രചരണം നടത്തിയെന്ന്, എന്ത് പ്രചരണം നടത്തിയെന്നാണ് അവിടെ പ്രചാരണം നടത്തിയത്? അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ് അവിടെ പ്രതിഷ്ഠ തകർത്തത് എന്ന രീതിയിലാണ് പ്രചാരണം നടത്തിയത്. 2 തവണ 2 ക്ഷേത്രങ്ങളിൽ ഇതേപോലെ സംഭവം പ്രചരണം നടത്തിയെന്ന് RSS നേതൃത്വത്തിൽ എന്ത് പ്രചരണം നടത്തിയെന്ന് അവിടെ പൊതുയോഗം നടത്തിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എങ്ങനെ പ്രചരണം നടത്തിയെന്നാണ് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണോ? നിങ്ങൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സമയത്ത് അതിൽ ആർക്കും എന്ത് പ്രചരണവും നടത്താം. ഉത്തരവാദപ്പെട്ട ഒരു സംഘടന. അല്ലല്ല, ഏതെങ്കിലും സംഭവത്തെ സംബന്ധിച്ചാൽ ഈ സംഭവത്തില് മുസ്ലിങ്ങളാണ് ഈ സംഭവം ചെയ്തത് എന്നൊന്നും പറയില്ലേ. ഈ RSS ആണ് ഈ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് മുസ്ലിങ്ങളാണ് ഈ ക്ഷേത്രം തകർത്തത് എന്ന് RSS പ്രസ്താവിച്ചിട്ടുണ്ടോ? RSSന്റെ ഏതെങ്കിലും തരത്തിലുള്ള പത്രക്കുറിപ്പുണ്ടോ? നിങ്ങൾ എങ്ങനെ ഒരു സംഘടന ഇങ്ങനെ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ്? മുസ്തഫ അബ്ദുൽ ലത്തീഫ്, യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത്? പൂക്കോട്ടുംപാടം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ മലപ്പുറം ജില്ലയിൽ ഒരാളെ ശ്രീ വത്സൻ തില്ലങ്കേരി അദ്ദേഹം പറയുന്നത് കേൾക്കാം. പൂക്കോട്ടുംപാടം ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് വാണിയമ്പലം ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിലും നടന്ന സംഭവം സമാനമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ ചർച്ച കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ശ്രീ വത്സൻ തില്ലങ്കേരി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കേൾക്കാൻ ഇടയായി. അദ്ദേഹം എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ ഇപ്പോ സൂചിപ്പിച്ചത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സത്യത്തിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലപ്പുറത്തിനൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. അത് മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ഒരു സമുദായത്തിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് സഹായമെത്തിക്കും, അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് മലബാറിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനുള്ളത്. ഇവിടെ ഈ പൂക്കോട്ടുംപാടം അമ്പലത്തിൽ അവിടുത്തെ പ്രതിഷ്ഠ നശിപ്പിച്ച സംഭവം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ കൃത്യമായി ഈ ഒരു അമ്പലത്തിന്റെ ഏകദേശം എന്റെ വീട് എന്ന് പറയുന്നത്, എന്റെ പ്രദേശം എന്ന് പറയുന്നത് ഒരു 15-20 കിലോമീറ്റർ ഉള്ളിലാണ്. അവിടെ ഉള്ള എനിക്ക് കൃത്യമായിട്ട് പരിചയമുള്ള ഒരു സുഹൃത്ത്, ഞാൻ അറിയുന്ന ഒരു സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കുകയുണ്ടായി ഇന്നലെ. ഇങ്ങനെ പൊതുവായിട്ട് നോക്കുന്ന കൂട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. അപ്പൊ അതിൽ നിരന്തരം ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സ് പരിശോധിച്ചപ്പോൾ അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ അമ്പലത്തിന്റെ പ്രതിഷ്ഠ നശിപ്പിച്ച
ആളെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ നിയമപാലകരുടെ കയ്യിൽപ്പെടാതെ ഞങ്ങളുടെ കൈകളിലേക്ക് വിട്ടുതരണം, അത് ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് വളരെ ജിഗറായിക്കൊണ്ടുള്ള ഒരുപാട് കമന്റുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ അതിന് അനുകൂലമായിട്ട് ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. പറയുന്ന വ്യക്തി RSS നേതാവാണോ, RSS പ്രവർത്തകരാണോ? പേരും വിശദാംശങ്ങളും പറയൂ. ശ്രീ വത്സൻ തില്ലങ്കേരിക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടോ എന്ന് വ്യക്തമാകാൻ വേണ്ടിയാണ്. പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം RSS മൈൻഡുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് എന്നേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സ് ഞാൻ പരിശോധിച്ചപ്പോ ഏകദേശം ഒരു 50 വരെ വന്നു നിൽക്കുന്നത് നിയമത്തിന് വിട്ടുകൊടുക്കാതെ, ഞാൻ പറയട്ടെ, നിയമത്തിന് വിട്ടുകൊടുക്കാതെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളുടെ കൈകളിലേക്ക് തരൂ തരൂ എന്ന് ആക്രോശിച്ചുകൊണ്ടിരുന്ന ആ സുഹൃത്ത് പെട്ടെന്ന് ഞാനൊന്ന് പറയട്ടെ, ഞാൻ എനിക്ക് വ്യക്തമായി പരിചയമുള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഒരു 50ഓളം കമന്റുകൾ ഇദ്ദേഹത്തിന്റെ ബോക്സിൽ ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുണ്ട്. നിയമത്തിന് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്ന ആളുകളിൽപ്പെട്ട ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. കാരണം അത് ആ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവരോട് ഒരു എന്താ പറയാ പിന്തുണ പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതിനിടയിൽ 50 കമന്റ് കഴിയുന്ന സമയത്താണ് ഏകദേശം ഈ പ്രതിയെ പിടിച്ചു എന്നുള്ള വിവരം പറയുന്നത്. ഉടനെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കമന്റിന്റെ സ്വരം മാറി പെട്ടെന്ന് തൊട്ടടുത്ത കമന്റ് ഇദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണ് എന്നാണ് കേൾക്കുന്നത് എന്നാണ് ഈ സുഹൃത്തിന്റെ കമന്റ് തൊട്ടടുത്ത് വരുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ ഒരു നമ്മുടെ ഈ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ഈ കുറ്റം ചെയ്യുന്ന ആളുകളെക്കാൾ വലിയ കുറ്റമാണ് ഇതുപോലെയുള്ള ആളുകൾ ചെയ്യുന്നത്. കാരണം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാലയം തകർക്കപ്പെടുക, അതിലെ പ്രതി സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് വരുമ്പോ അവർ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരായി ചെയ്താലും തെറ്റാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ചെയ്താലും തെറ്റാണ്. ഇപ്പൊ മുസ്ലിം പള്ളി ആക്രമിച്ചു വന്നിരിക്കുക, മുസ്ലിം പള്ളി ആക്രമിച്ചിട്ട് അതിന്റെ പ്രതികൾ മുസ്ലിമാണ് എന്ന് വരുമ്പോ അവർ മാനസിക രോഗിയാണ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഇത് ആണ് സത്യത്തിൽ ഏറ്റവും വലിയ ഒരു വർഗീയത എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതുപോലത്തെ ഒരു കമന്റ് ഇടാനും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പ്രസ്താവന നടത്തുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ വത്സൻ തില്ലങ്കേരി പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായി പറയുന്നു, ശ്രീ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കേരളത്തിന് പുറത്തു വരെ ഈ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം വാണിയമ്പലത്ത് ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിനും സമാനമായ സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ അവിടെ പോയി, സംഘടനയുടെ ആളുകൾ പോയിരുന്നു, അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾ പോയി, വലിയ നേതാക്കന്മാർ വന്നിരുന്നു, എല്ലാവരും പോയിക്കൊണ്ട് അവിടെ അമ്പല കമ്മിറ്റിയുമായി സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുക ചെയ്തത്. അവിടെയും ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള പ്രസ്താവനകളും കമന്റുകളും കാര്യങ്ങളും ഒക്കെ. അവിടെ അങ്ങാടിയിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഈ സംസ്കാരത്തിന് യോജിക്കാത്തതാണ് എന്ന് കണ്ടുകൊണ്ട് അവരെ തള്ളിപ്പറയാൻ, അത് ഏത് സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും മുഖം നോക്കാതെ തള്ളിപ്പറയാൻ കഴിയുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ എന്ന് വളർന്നു വരുന്നുവോ അപ്പോഴേ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും ചെയ്തികൾക്കും ഒരു അറുതി ഉണ്ടാകും. സമീപനത്തോടു കൂടിയാണ് ലീഗ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അത് ആര്യാടൻ ഷൗക്കത്തായാലും ഇദ്ദേഹമായാലും ഇക്കാര്യത്തിൽ അല്ല, ഒരു സമയമില്ല, അദ്ദേഹം ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതെ ഈ സംഭവമായിട്ട് ബന്ധമില്ലാത്ത യാതൊരു തരത്തിലുള്ള അറിവില്ലാത്ത ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാണ് എന്ത് സംഭവത്തോടുകൂടിയാണ് ഞാൻ ചോദിച്ചത് എന്നോട് ചോദ്യം രാജാറാം മോഹൻദാസ് പോറ്റി എന്ന വ്യക്തിയാണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കലാപം. ശ്രീ വത്സൻ തില്ലങ്കേരി, താങ്കളിലേക്ക് വരാം. ശ്രീ വത്സൻ തില്ലങ്കേരി, താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്. ചോദ്യം എന്നോടാണല്ലോ. ശ്രീ മുഹമ്മദ് റിയാസ്, ഈ രാജാറാം മോഹൻദാസ് പോറ്റി എന്നൊരു വ്യക്തിയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ അവിടെ കൊണ്ട് കാര്യം തീരുന്നുണ്ടോ? അവിടെ കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം, അതിനെ എത്രത്തോളം ഗൗരവത്തോടു കൂടി കാണണം? ഇപ്പോൾ RSS പറയുന്ന പോലെ ചെറിയൊരു സംഭവം, വളരെ ലോലമായ ചെറിയൊരു സംഭവം ഇത്രയും കാട്ടി ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നത് തന്നെ തെറ്റാണ് എന്ന രീതിയിലാണ് വത്സൻ തില്ലങ്കേരി പറഞ്ഞത്. അങ്ങനെ ചുരുക്കി കാണേണ്ട വിഷയമാണോ ഇത്, ശ്രീ മുഹമ്മദ് റിയാസ്? അങ്ങനെ ചുരുക്കി കാണേണ്ട വിഷയമല്ല ഇത്. ഒന്ന്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ഫേസ്ബുക്കിൽ നിലപാട് പറയുകയും ചെയ്യുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ഒരു നിലപാടോ ആശയപ്രചരണവുമായി കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന വാദം യോജിക്കാൻ പറ്റുന്ന വാദമല്ല.
എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ഇനി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കാത്തവരും ഫേസ്ബുക്കിലൂടെ അവരുടെ വ്യക്തിപരവും കൂട്ടായും സംഘടനാപരമായുള്ള ആശയം പ്രചരിപ്പിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഉത്തരവാദിത്തപ്പെട്ടവരാണോ ഈ പോസ്റ്റ് ഇട്ടത് അല്ലേ എന്നുള്ളത്. സംഘപരിവാറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഫോട്ടോഷോപ്പ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുന്നു. സംഘപരിവാറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഇത് ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തനമാണെങ്കിൽ അവരെ തിരുത്തുവാനുള്ള ഉത്തരവാദിത്തം സംഘപരിവാറിനുണ്ട്. അത് ചെയ്തിട്ടില്ല. 2, അപ്പോൾ ഇത് ഫേസ്ബുക്കിലൂടെയുള്ള ഈ പ്രചരണം തള്ളിക്കളയാൻ അല്ലെങ്കിൽ ലഘൂകരിക്കാൻ വത്സൻ തിങ്കേരിക്ക് സാധിക്കില്ല. മൂന്നാമത്തെ പ്രശ്നം, ഇത് നവമാധ്യമങ്ങളിൽ മാത്രമാണോ? ആ പ്രദേശത്തും കേരളത്തിലും ഇന്ത്യയിലും ആകെ ഇത് പ്രചരിപ്പിച്ചില്ലേ? അത്തരം ഒരു പ്രചരണത്തിന്റെ ഭാഗമായി ഒരു വികാരം സൃഷ്ടിച്ചില്ലേ? നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായി മുഹമ്മദ് റിയാസ്, ടിപ്പുവിന്റെ കാലവും 1921 മാപ്പിള കലാപത്തിന്റെ കാലവും മലപ്പുറം ജില്ലയിൽ തിരിച്ചെത്തുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ വ്യാപകമായി തകർക്കപ്പെടുന്നു. നിലമ്പൂർ പൂക്കോട്ടും പാടത്തെ വില്ലോത്ത് ക്ഷേത്രവും പ്രതിഷ്ഠയും തകർക്കപ്പെട്ട നിലയിൽ മലപ്പുറം മറ്റൊരു കശ്മീരോ? ഇവിടെ ഹിന്ദു സമൂഹം കശ്മീർ പണ്ഡിറ്റുകളോ? BJP നിലമ്പൂർ മണ്ഡലം നേതാവാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനൊരു പോസ്റ്റ്. അതെ, ഇത് ഒന്ന് മാത്രമല്ല, മാപ്പിള ലഹള വെറും വർഗീയ കലാപമാണെന്ന് ഇപ്പോഴും അംഗീകരിക്കുകയും മാപ്പിള ലഹളയെ അത് കർഷക പോരാട്ടമാണ്, സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്, അവർക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ നൽകണമെന്ന് പറഞ്ഞ EMSന്റെ സർക്കാരിനെ എതിരെ ഈ വിഷയത്തിൽ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് നാടാകെ പ്രചരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നവമാധ്യമങ്ങളിൽ മാത്രമല്ല, ഇത് പുറത്തും പ്രചരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സാമൂഹിക പ്രവർത്തകരെ ഉൾപ്പെടെ തടയുകയും വലിയ രീതിയിലേക്കുള്ള കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമവും നടന്നത്. ഇത് ഇവരുടെ ഒരു സ്റ്റൈലാണ്, ഇവരുടെ ഒരു പ്രവർത്തന രീതിയാണ്. ഇതാണ് ഗുജറാത്ത് കണ്ടത്, ഇതാണ് ഉത്തർപ്രദേശിൽ കണ്ടത്, ഇതാണ് നമ്മുടെ രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗീബൽസിയൻ തന്ത്രം, ഒരു നുണ 1000 പേർ ഒരുപോലെ പറഞ്ഞത് സത്യമാണെന്ന് വരുത്തി തീർക്കുന്ന ഗീബൽസിയൻ തന്ത്രം ഒരു കാലത്ത് വത്സൻ തില്ലങ്കേരിയുടെ തലശ്ശേരിയിൽ 970 തുടക്കത്തിൽ നടത്തിയതിന് ജോസഫ് വിധേയത്തിൻ്റെ കമ്മീഷന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയ അതേ ഗീബൽസിയൻ തന്ത്രം ഇവിടെ നിലമ്പൂരിലും പയറ്റുക എന്ന് പറയുന്നത് തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കാനാണ് സംഘപരിവാറിന്റെ നേതൃത്വം തയ്യാറാക്കുന്നത്. ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം ശ്രീ വത്സൻ തില്ലങ്കേരി, താങ്കൾക്ക് മറുപടി നൽകാം. അതിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുന്ന സമയത്ത് 2 തലമുണ്ട്. അതിലൊന്ന്, അവിടെ 1921 അതിനു മുമ്പ് പടയോട്ടക്കാലത്തുമെല്ലാം ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, തകർക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം ഭൂതകാല പീഡനത്തിൻ്റേതായിട്ടുള്ള ഒരു അനുഭവം അവിടെയുള്ള ഹിന്ദു ജനതയുടെ ഉപബോധ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു തലം. രണ്ടാമത്തെ ഒരു തരം വർത്തമാനകാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, നേരിടേണ്ടത് എന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തളി ക്ഷേത്രത്തിലെ വാതിൽ മാടം, അത് വലിയൊരു വാതിൽ മാടമാണ്, അതൊരു ദിവസം തീവെച്ച് നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അത് RSSന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു കമ്മിറ്റി നടത്തുന്ന ക്ഷേത്രമാണ്. മലപ്പുറം ജില്ലയിലെ ഒരു വലിയ ക്ഷേത്രമാണ് തളി ക്ഷേത്രം. അന്ന് ആ തീവെപ്പ് സംഭവം ഉണ്ടായതിനു ശേഷം ആ പ്രശ്നത്തെ എങ്ങനെയാണ് RSS സമീപിച്ചത് എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അവിടുത്തെ ഹൈന്ദവ നേതാക്കളും കൂടി അന്ന് രാവിലെ തന്നെ ആ വിഷയം ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ചു. വലിയൊരു കലാപത്തിലേക്ക് നീങ്ങുമായിരുന്ന ആ പ്രശ്നത്തെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, 2 സമുദായത്തിൻ്റെ നേതാക്കന്മാർ മറ്റുള്ളവർക്ക് അതിൽ ഇടപെട്ടിട്ട് വഷളാക്കാനുള്ള അവസരം കൊടുക്കാതെ രമ്യമായി പരിഹരിച്ച അങ്ങനെയല്ലോ. അല്ല, നിലമ്പൂരിനെ സംബന്ധിച്ച് ഞാനത് പറഞ്ഞല്ലോ. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു RSS കുടുംബത്തിൽ പെടുന്ന ഏതോ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടെന്നാണ് പറഞ്ഞത്. പിന്നീട് താങ്കൾ പറയുണ്ടായി BJPയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ. ഞാൻ പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പലരും പല നിലപാടെടുക്കും, പല പ്രചരണങ്ങൾ നടത്തും. പലരുമല്ല, പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരാണ്, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രവർത്തകനാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായ നിർദ്ദേശം നിങ്ങൾ നൽകേണ്ടതല്ലേ, സംയമനം പാലിക്കണമെന്നുള്ളത്? ഒരു മിനിറ്റ്.
ഹലോ, നിശ്ചയമായും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് വൈകാരികമായ ഒരു പ്രശ്നമാണ്. ക്ഷേത്രത്തിന് എതിരായിട്ടുള്ള ആ ആക്രമണം അതിന്റെ പേരിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള വർഗീയ കാലുഷ്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടായിക്കൂടാ. റിജിൽ, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. റിജിലിന് കൂടെ പറയാം വളരെ പെട്ടെന്ന്. ഇത് RSSന്റെ അജണ്ടയാണ്. റിയാസ് മൗലവിയുടെ വധവും അതുപോലെ ഈ ക്ഷേത്രത്തിൽ നടന്ന സംഭവമെല്ലാം ഈ കേരളത്തെ ഗുജറാത്താക്കാൻ അമിത്ഷായുടെ തീരുമാനപ്രകാരം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ഏറ്റവും ബൗദ്ധികപരമായ തലത്തിൽ നടന്ന ഒരു ഗൂഢാലോചന ഇതെല്ലാം. ഇത് കേരളത്തെ കലാഭൂമിയാക്കും. അതുതന്നെയാണ് ഗോവധമൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ച വരുന്നത്. അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അതിനെ RSSനെതിരെ DYFIക്കാരൻ സമരം ചെയ്യുമ്പോൾ അത് ബർമുഡ എന്നും ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ കളസമെന്ന് പറയുന്ന റിയാസിന്റെ വാദഗതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ സാധിക്കില്ല. ഇന്ത്യയിൽ RSSനെതിരായി ശക്തമായി പോരാടുന്ന സംസ്ഥാനങ്ങളാണ് രാജ്യത്ത് ആദ്യം ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ മിണ്ടിയിട്ടില്ല. എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നിലപാട്? അതിന് ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതായാലും സമയം അവസാനിച്ചിരിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി അകംപുറം കാണാം.